തൻ്റെ കണ്ണുകളെ വിശ്വസിക്കണോ അതോ മുന്നിൽ നിൽക്കുന്ന തൻ്റെ മകനെ വിശ്വസിക്കണോ എന്നറിയാതെ നിന്നുപോയി ആ അമ്മ. വാതിൽ തുറന്നിട്ടും മുന്നോട്ട് നടക്കാതെ പകച്ചു നിൽക്കുന്നവനെ കാണെ യാമി ഡോറിനടുത്തേക്ക് വന്ന് എത്തി നോക്കിയതും രുദ്രനെ കത്തിക്കുമ്പോൾ ഒരു നോട്ടം നോക്കി നിൽക്കുന്ന സീതയെയും അവരുടെ മുന്നിൽ എന്തു പറഞ്ഞ് നിന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നറിയാതെ നിൽക്കുന്ന രുദ്രനെയും കാണെ പേടിയോടെ ഉമിനീറക്കി രണ്ടുപേരെയും നോക്കി നിന്നു യാമി. രുദ്രന് പിറകിൽ അലങ്കോലമായി കിടക്കുന്ന മുടിയും നനഞ്ഞു കുതിർന്ന് സ്ലീവ്ലെസ് ആയ ഒരു ഡ്രസ്സും ഇട്ട് പേടിയോടെ തന്നെ നോക്കി നിൽക്കുന്ന യാമിയെ കാണെ അവളെയും ദേഷ്യത്തോടെ നോക്കി സീത. അവൾ പേടിയോടെ രുദ്രന് പുറകിലേക്ക് നീങ്ങി നിൽക്കുമ്പോൾ ഇപ്പോൾ എന്തു പറഞ്ഞാലും അമ്മ തങ്ങളെ വിശ്വസിക്കില്ലെന്ന് ഉറപ്പിച്ചിരുന്നു രുദ്രൻ. ആ തണുപ്പിലും യാമിയും രുദ്രനും വെട്ടി വിയർത്തുപോയി. അമ്മേ, ഞാൻ സീതയുടെ മിഴികൾ അത്രയും ദേഷ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരിലുമായി നിൽക്കെ രുദ്രൻ അല്പം മുന്നോട്ട് വന്ന് പറയാൻ തുടങ്ങിയതും നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളോടെ സീത അവനെ അത്രയും ദേഷ്യത്തിൽ നോക്കി. ആ നോട്ടം, ആ ഒരൊറ്റ നോട്ടത്തിൽ അമ്മയെ നോക്കാൻ കഴിയാതെ തല താഴ്ത്തി ഒരു തെറ്റുകാരനെ പോലെ നിന്നുപോയി അവൻ. തല താഴ്ത്തിയുള്ള അവൻ്റെ നിൽപ്പ് കൂടെ കാണെ സീത ഒരു ദീർഘശ്വാസം എടുത്തു. കണ്ണുകൾ രണ്ടും മുറുകെ അടച്ചു തുറന്ന് യാമിയുടെ മുറിയിലേക്ക് നടന്നു. സീത തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതറിയെ തല താഴ്ത്തി നിന്നു യാമി. മിഴികൾ മാത്രം ഉയർത്തി അത്രയും പേടിയോടെ നോക്കിയതും സീതയുടെ മിഴികൾ ഉടക്കിയത് യാമി മുറുകെ പിടിച്ച ഡയറി മിൽക്കിലാണ്. അത്ര ഇഷ്ടം തോന്നുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ദേവയ്ക്കും തനിക്ക് കൊണ്ടുതന്ന് തരാറുള്ളതാണ് ഇത്. ഇന്നൊരു ദിവസം മാത്രം പരിചയമുള്ള പെൺകുട്ടിയുടെ കയ്യിൽ. സീത പിന്നെ നിൽക്കുന്ന രുദ്രനെ സംശയഭാവത്തോടെ നോക്കുമ്പോൾ അമ്മയോട് എല്ലാം പറയണം, പറഞ്ഞാൽ അമ്മ വിശ്വസിക്കുമോ എന്നൊരു ചിന്തയോടെ നിന്നവൻ ആ നോട്ടം കൂടെ കാണെ കണ്ണുകളൊന്നും മുറുകെ അടച്ച് അമ്മയെ നോക്കാൻ കഴിയാതെ നിന്നു. ആരുടെ മുന്നിലും എന്തും ധൈര്യത്തോടെ പറയുന്നവൻ്റെ ഇങ്ങനൊരു ഭാവം ആ അമ്മയ്ക്കും പുതിയൊരു കാഴ്ചയായിരുന്നു. ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ സീത ഒരു നിമിഷം കൂടെ യാമിയെ നോക്കി കയ്യിലുണ്ടായിരുന്ന ബ്ലാങ്കറ്റ് യാമയുടെ കയ്യിൽ വെച്ചു കൊടുത്ത് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും സീതയുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയിരുന്നു യാമി. സീത ആൻറ്റി, എനിക്ക് ഞങ്ങൾ ആൻറ്റി വിചാരിക്കും പോലെ ഒന്നും. എന്തൊക്കെയോ പതറി പറയുന്നവളുടെ മിഴികൾ സീതയെയും പിന്നിൽ നിൽക്കുന്ന രുദ്രനെയും നോക്കി പറഞ്ഞു തുടങ്ങിയതും എനിക്കിപ്പോൾ ഒന്നും കേൾക്കണ്ട യാമി, പിന്നെ സംസാരിക്കാം. യാമി പിടിച്ച കൈ വിടിച്ച് അത്രയും പറഞ്ഞ് സീത വീണ്ടും തിരിഞ്ഞു നടന്നു. സീതയുടെ മുന്നിലായി കയറി നിന്നു യാമി. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ സീതയും രുദ്രനും അവളെ ഒരുപോലെ നോക്കി നിന്നു പോയി. ആൻറ്റി പ്ലീസ്, ആൻറ്റി തെറ്റിദ്ധരിക്കും പോലെയൊന്നുമില്ല. ഞങ്ങൾ ഇഷ്ടത്തിലാ. ഇവനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവന് വേണ്ടി മാത്രം. എൻ്റെ ഡാഡിയും അമ്മയും സച്ചും ഒക്കെ വന്നതിന് ശേഷം ഞങ്ങളുടെ ഇഷ്ടം നിങ്ങളോട് എല്ലാവരോടും ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ പറയാം എന്ന് കരുതിയാ ഇതുവരെ ഒന്നും പറയാതിരുന്നേ. തലയും താഴ്ത്തി നിന്ന് അത്രയും പറഞ്ഞ് യാമി മെല്ലെ സീതയുടെ മുഖത്തേക്ക് നോക്കിയതും സീതയുടെ മുഖത്തെ ഞെട്ടലും പകപ്പും കാണെ അവൾ വീണ്ടും തല താഴ്ത്തി നിന്നുപോയി. എന്നാൽ നട്ടാൽ മുളയ്ക്കാത്ത പച്ചക്കള്ളം യാമി പറയുന്നത് കേട്ട് സീതയേക്കാൾ ഞെട്ടിയതും പകച്ചുന്നതും രുദ്രനാണ്. രാവിലെ അത്രയും അന്യരെ പോലെ പരസ്പരം മുഖത്തേക്ക് നോക്കി പേര് പറഞ്ഞ് കൈകൊടുത്ത് പരിചയപ്പെട്ട യാമി രുദ്രനുമായിരുന്നു ആ സമയം സീതയുടെ മനസ്സിൽ. സത്യ ആൻറ്റി, ഞങ്ങൾ തമ്മിൽ ഒത്തിരി വർഷമായി പ്രണയത്തിലാണ്. ചെറുപ്പത്തിൽ ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ രുദ്രനെ നെഞ്ചിലേറ്റിയ ഞാൻ പോയത്. രുദ്രൻ്റെ മനസ്സിലും ഞാനുണ്ടായിരുന്നു അല്ലേ രുദ്ര? സീതയോട് അത്രയും പറഞ്ഞ് സീതയെ വിശ്വസിപ്പിക്കാൻ എന്നോണം രുദ്രനെ നോക്കി യാമി വിളിച്ചു ചോദിക്കുമ്പോൾ അത്രയും നേരം അവൾ പറയുന്നതും കേട്ട് തരിച്ചു നിന്നവൻ സീതയുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം തലയാട്ടിയതും സീതയുടെ മനസ്സിൽ ഒരു 100,000 സംശയങ്ങൾ തങ്ങി നിന്നു. ആൻറ്റി ഇപ്പോൾ എന്താ ആലോചിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. പരസ്പരം കാണാതെ അറിയാതെ ഇത്രയും കാലം എങ്ങനെ ഞങ്ങൾ പ്രണയിച്ചു എന്നല്ലേ. ഫോണും ഇൻ്റർനെറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അതിലൂടെ ഞങ്ങളുടെ പ്രണയം. ആൻറ്റി തെറ്റിദ്ധരിക്കും പോലെ ഒന്നുമില്ല. ഒന്ന് നേരിൽ കാണാനും ഒന്ന് സംസാരിക്കാനും വേണ്ടി മാത്രമാണ് രുദ്രൻ വന്നത്. അല്ലാതെ ഒന്നുമില്ല ആൻറ്റി. പ്ലീസ് ആൻറ്റി, ഞങ്ങളെ വിശ്വസിക്കണം. സീതയുടെ 2 കൈയിലും മുറുകെ പിടിച്ച് യാചന പോലെ യാമി പറയുമ്പോൾ സീത നോക്കിയത് രുദ്രനെയാണ്. അമ്മ തന്നെ നോക്കുന്നതറിയെ രുദ്രനും യാമിയുടെ അടുത്തേക്ക് നിന്നു. അമ്മേ, ഞങ്ങൾ പറയാൻ കരുതിയതാ. പക്ഷേ യാമി പിടിച്ച സീതയുടെ കയ്യിൽ രുദ്രനും കൈ പിടിച്ചുകൊണ്ട് പറയെ സീത രണ്ടുപേരുടെയും മുഖത്തേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. എന്തോ അവരുടെ മുഖത്തെ പതർച്ചയും പേടിയും കാണെ അവർ രണ്ടുപേരെയും സംശയഭാവത്തോടെ തന്നെ നോക്കി സീത. നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളോട് പറയാൻ നിന്റെ ഡാഡിയും അമ്മയും വരാൻ കാത്തിരിക്കുമല്ലേ നിങ്ങൾ? അവർ വരട്ടെ, എന്നിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുവരെ ഇപ്പോൾ ഇതാരും അറിയണ്ട. രണ്ടുപേരും പറഞ്ഞത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് മനസ്സിലാവാതെ സീത അവരെ നോക്കി അത്രയും ഗൗരവത്തിൽ പറഞ്ഞ് തിരിഞ്ഞു നടന്നും സീത പോകുന്നു നോക്കി നിന്നു യാമിയും രുദ്രനും.
അല്പം മുന്നോട്ട് നടന്ന സീത അവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. യാമിയും രുദ്രനും ഒരുപോലെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. നിന്റെ ഷർട്ട് എന്തിയടാ? ദേഷ്യമാണോ ഗൗരവമാണോ എന്നറിയാത്ത ഒരു ഭാവത്തോടെ സീത ചോദിച്ചു. അതമ്മേ, ചൂട് ചൂട് എടുത്തപ്പോൾ ഞാൻ. രുദ്രൻ ഒരു ചിരി മുഖത്ത് വരുത്തി സീതയെ നോക്കി പറയുമ്പോൾ സീത തുറന്നിട്ട ജനൽ വഴി വീശിയടിക്കുന്ന കാറ്റും മഴയും ഒന്ന് നോക്കി. സീത നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയ രുദ്രന്റെ തല വീണ്ടും കള്ളം പിടിച്ചതുപോലെ താഴ്ന്നു. കള്ളം പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളം പറയടാ. സീത അല്പം ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ രുദ്രൻ അടുത്തുള്ള യാമിയെ ചുട്ടരിക്കും പോലെ അത്രയും ദേഷ്യത്തിൽ നോക്കി. നീ എന്തൊക്കെയാടി എൻ്റെ അമ്മയോട് പറഞ്ഞേ? നമ്മൾ പ്രേമിക്കുവാണെന്നോ കല്യാണം കഴിക്കുമെന്നോ? ആരോട് ചോദിച്ചിട്ടാടി മറ്റവളെ അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൻ അത്രയും ദേഷ്യത്തിൽ പറയുമ്പോൾ അവൻ്റെ ആ ബലിഷ്ഠമായ കൈകൾ യാമയുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കിക്കൊണ്ടേ ഇരുന്നിരുന്നു. എൻ്റെ കൈ വിടാ, വിടാൻ! അവൻ്റെ കയ്യിൽ നിന്ന് പിടിയിടിച്ച് അവൻ നോക്കുന്ന അത്രയും ദേഷ്യത്തിൽ അവനെയും നോക്കി യാമി. സീതാൻ്റിയുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞതൊന്നും നീ എതിർത്തില്ലല്ലോ, അതെന്താ? നീ എങ്ങനെ എൻ്റെ റൂമിൽ എത്തിയെന്ന് പറഞ്ഞ് അവരാരും വിശ്വസിക്കില്ല എന്ന് നിനക്കും അറിയാം. അതല്ലേ ഇതേ നോക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. നീ ബലമായി എൻ്റെ റൂമിലേക്ക് വന്നു എന്നെ കയറി പിടിച്ചു എന്ന് ഞാനെങ്ങാനും പറഞ്ഞിരുന്നെങ്കിലോ ആൻറ്റി അതും വിശ്വസിച്ചേനെ. അതുകൊണ്ട് മോൻ അധികം ബലം പിടിക്കാതെ റൂമിലേക്ക് പോകാൻ നോക്ക്. ഈ 2 മാസം ആൻറ്റിയുടെ മുന്നിൽ മാത്രം പരസ്പരം ഇഷ്ടമുള്ള പോലെ നമുക്കങ്ങ് കാണിക്കാം. പിന്നെ ഞാൻ പോയിട്ട് നീ ഞാൻ തേച്ചു എന്നോ ചതിച്ചു എന്നോ എന്ത് വേണേലും പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്നങ്ങ് ഒഴിഞ്ഞേക്ക്. ഒരു തീരുമാനം പോലെ യാമി പറയുമ്പോൾ അതാണ് നല്ലതെന്ന് രുദ്രനും മനസ്സിൽ തോന്നി. ശരി, 2 മാസം അമ്മയുടെ മുന്നിൽ മാത്രം നമ്മൾ ലവേഴ്സാണ്. യാമിക്ക് നേരെ കൈനീട്ടി രുദ്രനത് പറയുമ്പോൾ മനസ്സിൽ പല കണക്കൂട്ടലുകളുമായി ആ കൈയിലേക്ക് കൈ ചേർത്തു യാമി. അവനവളെ ഒന്നുകൂടെ നോക്കി അവൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ കൈകൾ പിണച്ചു കെട്ടി യാമി അവൻ പോകും നോക്കി നിന്നു. മുന്നോട്ട് നടന്നവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി തൻ്റെ മുറിയിലേക്ക് കയറിയതും കണ്ടു. സ്റ്റെപ്പിൻ്റെ പടികൾ ഓരോന്നും കയറി യാമിയുടെ മുറിയിലേക്ക് നടക്കുന്ന സീതയുടെ പിന്നിലായി ഉറക്കം വിട്ടുമാറാതെ പാതി അടഞ്ഞ കണ്ണുകളോടെ ആടി ആടി വരുന്ന ദേവയും. അമ്മയ്ക്ക് തന്നിലുള്ള വിശ്വാസത്തിന് വിള്ളൽ വന്നെന്ന് അവന് മനസ്സിലായ നിമിഷം ഒരു പിടപ്പോടെ അവൻ അമ്മയെയും അമ്മയ്ക്ക് പിറകെ വരുന്ന ദേവയെയും നോക്കി നിന്നു. ഒരടി മുന്നോട്ട് നടക്കാൻ കഴിയാതെ നിന്നുപോയി. ഇവൾ ഇന്നു മുതൽ ഇവിടെ കിടന്നോട്ടെ. യാമിയുടെ അടുത്തേക്ക് ദേവയെ നിർത്തി സീത അത്രയും ഗൗരവത്തിൽ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മൗനമായി സമ്മതം പറഞ്ഞു യാമി. അമ്മേ, എനിക്ക് അവിടെ അച്ചമ്മയുടെ അടുത്ത് കിടന്നാൽ മതി. ഒരു ചിണുക്കത്തോടെ ഉറക്കം വിട്ടുമാറാതെ ദേവ പറയുമ്പോൾ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു സീത. യാമിയെ അത്ര ഇഷ്ടക്കേടോടെ നോക്കി ദേവ അവളുടെ കട്ടിലിൽ പോയി ചുരുണ്ടുകൂടിയതും തൻ്റെയും രുദ്രൻ്റെയും മേൽ എപ്പോൾ സീതയുടെ ഒരു കണ്ണുണ്ടാവുമെന്ന് മനസ്സിലാക്കുകയായിരുന്നു യാമി. അല്ല മോളിത് ഈ നേരത്ത്? ഒരുങ്ങിയിറങ്ങി വരുന്ന യാമിയെ കാണെ പുഞ്ചിരിയോട് അച്ചമ്മ ചോദിക്കുമ്പോഴാണ് കോളേജിൽ പോവാനായി ധൃതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ദേവ അവളെ നോക്കിയത്. ഒരു സ്ലീവ്ലെസ് ആയ ലൈറ്റ് പിങ്ക് കളർ കുർത്തയും വെള്ള കളർ പലാസയുമാണ് അവളുടെ വേഷം. തോളൊപ്പമുള്ള കോലൻ മുടി വെറുതെ അഴിച്ചിട്ടിട്ടുണ്ട്. ചുണ്ടിൽ അല്പം ലിപ്സ്റ്റിക് ഉണ്ടെന്നല്ലാതെ അധികം മേക്കപ്പ് ഒന്നും അവൾ ഇട്ടിട്ടില്ല. ഞാൻ കാവിലേക്ക് അച്ചമ്മേ. പടികൾ ഇറങ്ങി വരുന്ന യാമി പുഞ്ചിരിയോടെ പറയുമ്പോൾ ദേവ പുച്ഛഭാവത്തോടെ വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങോട്ടൊന്നും ഒറ്റയ്ക്ക് പോകാൻ പാടില്ല കുട്ടിയെ. ദേവയ്ക്ക് കോളേജില്ലാത്ത ദിവസം നോക്കി 2 പേരും പോയാൽ മതി, ഇന്ന് പോവണ്ട. പെട്ടെന്ന് അച്ചമ്മ പറഞ്ഞതും അതിന് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നേ, എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് അച്ചമ്മേ. അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് യാമി ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ ദേവിയുടെ മനസ്സിലേക്ക് ഋഷിയുടെ മുഖമാണ് വന്നത്. ഇങ്ങേർക്ക് ഹോസ്പിറ്റലിൽ ജോലിയൊന്നുമില്ലേ? യാമിയെ നോക്കാതെ ദേവ പിറുപിറുത്ത് കഴിച്ചു. ദേഷ്യത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഇതിൽ നിന്ന് ബാക്കിയിട്ട് എഴുന്നേറ്റു അവൾ. അവളുടെ പെട്ടെന്നുള്ള ദേഷ്യം എന്തിനെന്നറിയാതെ പരസ്പരം നോക്കി യാമി അച്ചമ്മയും. ഞാൻ പോവാ. മുഖം വീർപ്പിച്ച് ആരെയും നോക്കാതെ ബാഗും തോളിലേക്കിട്ട് ദേവ ദേഷ്യത്തോടെ പുറത്തേക്ക് നടക്കുമ്പോഴാണ് സീത സ്കൂളിൽ പോവാനായി ഇറങ്ങി വരുന്നത്. കുറച്ചു മുന്നേ തന്നെ യാമിയുടെ കൂടെ കിടത്തിയതിന് അമ്മയോടൊരു യുദ്ധം ചെയ്തുള്ള നിൽപ്പായതുകൊണ്ട് തന്നെ ഇപ്പോഴും സീതയുടെ പിണക്കത്തിലാണ് ദേവ. യാമിയുടെ കൂടെ തന്നെ ഇനി എന്നും കിടന്നാൽ മതിയെന്ന അമ്മയുടെ തീരുമാനം ഒട്ടും ഇഷ്ടമാവാതെ മുഖവും വീർപ്പിച്ചു ദേവ. നീ പോവാനായോ? അച്ഛൻ ഇന്ന് നേരത്തെ ഇറങ്ങി. ഒരു 5 മിനിറ്റ് നിൽക്ക്, ഞാനുണ്ട് നിന്റെ കൂടെ. സീത പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അതിനൊരു മറുപടിയും കൊടുക്കാതെ പടികൾ ഇറങ്ങി ദേവ മുന്നോട്ട് നടക്കുമ്പോൾ അവളുടെ കുഞ്ഞു വാശി നോക്കി നിൽക്കുന്ന സീതയുടെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. എത്ര പിണങ്ങിയാലും വൈകുന്നേരം താൻ വരുമ്പോൾ കൊണ്ടുവരുന്ന പരിപ്പ് വടയ്ക്ക് അവൾ കാത്തിരിക്കുമെന്ന് അവർക്കറിയാം. പോവാം. പിന്നിൽ നിന്നും അത്രയും ഗൗരവമേറിയ ശബ്ദം കേൾക്കെ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കി. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന രുദ്രനെ ആദ്യമായി കാണുമ്പോൾ നോക്കി നിന്നു സീത. ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും അതേ കളർ കരയുള്ള വെള്ളമുണ്ടുമാണ് അവൻ്റെ വേഷം. നീ ഇതെങ്ങോട്ടാ?
സീത ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അച്ചമ്മയുടെ അടുത്തായി നിൽക്കുന്ന യാമിയിലേക്കായി. അവളുടെ മിഴികളും അവനിൽ മാത്രമാണ്. ഞങ്ങള് കാവിലേക്ക് സീത ആൻറ്റി. രുദ്രനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞത് യാമിയാണ്. അപ്പോഴാണ് സീത യാമിയെയും ശ്രദ്ധിക്കുന്നത്. ഋഷിയുടെ കൂടെയാണ് യാമി കാവിലേക്ക് പോകുന്നതെന്ന് ചിന്തിച്ചു നിന്ന അച്ചമ്മയും യാമി പറയുന്നത് കേട്ട് ചെറുതായി ഒന്ന് ഞെട്ടി. സീത യാമിയെയും രുദ്രനെയും നോക്കി നിന്നും എന്നാ വേഗം ചെല്ല്, പോയി പ്രാർത്ഥിച്ചിങ്ങ് വാ. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സീതയെ നോക്കി അച്ചമ്മ പറയുമ്പോൾ സീതയെ നോക്കി മുന്നോട്ട് നടന്നു യാമിയും രുദ്രനും. അവർ പോകുന്നു നോക്കിയൊരു പുഞ്ചിരിയോടെ അച്ചമ്മ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ സീതയുടെ മിഴികൾ മുറ്റത്ത് കൂടെ നടന്നകലുന്ന അവരിൽ മാത്രമാണ്. സീതയുടെ നോട്ടം തങ്ങളിൽ മാത്രമാണെന്നറിയെ യാമി ഒന്നുകൂടെ രുദ്രനോട് ചേർന്ന് നടന്നു. യാമിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ രുദ്രൻ അവളെ ചെരിഞ്ഞു നോക്കിയതും ആൻറ്റി നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്, ആൾക്കിപ്പോഴും എന്ത് ചെറിയ സംശയമുണ്ടെന്നാ തോന്നി. യാമി പറയുമ്പോൾ രുദ്രനും ഒന്നും അറിയാത്ത ഭാവത്തിൽ പിന്നിലേക്ക് നോക്കി. ദൂരെ തങ്ങളെ തന്നെ നോക്കി കൈകൾ പിണച്ചു കെട്ടി നിൽക്കുന്ന അമ്മയെ കാണെ ഒരു ദീർഘശ്വാസം എടുത്ത് മുന്നോട്ട് നടന്നു. അത്രയും ചേർന്ന് മുന്നോട്ട് നടക്കുന്ന യാമിയുടെ കൈകൾ അവൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചതും ഒരു പിടച്ചിലൂടെ അവളെ നോക്കിയവൻ. എന്നാൽ അവനോടൊന്നും പറയാതെ കൈകൾ കോർത്തു പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ സീതയുടെ സംശയം മാറേണ്ടത് തങ്ങളുടെ രണ്ടുപേരുടെ ആവശ്യമായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവളുടെ കൂടെ നടന്നു രുദ്രൻ. ഡോക്ടർ ആര്യൻ, ഡോക്ടർ സിത്താര, ഡോക്ടർ ഋഷിദേവ്. വലിയ കൂറ്റൻ മതിൽ സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതിയ പേരിലേക്കൊന്ന് നോക്കി ആ ഗേറ്റും കടന്ന് മുന്നോട്ട് നടന്നു ദേവ. അവൾ മുന്നോട്ട് നടന്ന് ദൂരെയുള്ള അസ്ഥിത്തറയ്ക്കടുത്തെത്തി അണയാതെ സൂക്ഷിച്ചു വെച്ച 2 കുഞ്ഞു ദീപങ്ങളുടെ മുന്നിൽ വന്ന് ഒന്ന് കൈകൂപ്പി. ഒരു അസ്ഥിത്തറയിൽ താൻ ഇന്നുവരെ കാണാത്ത കഥകളിലൂടെ മാത്രം കേട്ടിട്ടുള്ള മുത്തശ്ശനും അടുത്തുള്ള മറ്റൊരു അസ്ഥിത്തറയിൽ സ്നേഹം കൊണ്ട് തന്നെ മൂടിയിരുന്ന മുത്തശ്ശിയും. അവരെ രണ്ടുപേരെയും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചവൾ തിരിഞ്ഞു നടന്നു ആ വീടിൻ്റെ ഉമ്മറത്തെ കയറി. നിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? കയ്യിലുണ്ടായിരുന്ന ബാഗ് അവളുടെ കട്ടിലേക്കിട്ട് മുഖവും വീർപ്പിച്ച് തന്നെ നോക്കുന്നവളെ കണ്ണാടിയുടെ മുന്നിൽ നിന്നും ഒരുങ്ങുന്ന ലച്ചുവും തിരിഞ്ഞു നോക്കി. ഇന്ന് ആരോടാ പിണങ്ങി? രുദ്രേട്ടനോടോ അതോ സീതമ്മയോടോ അതോ ഇന്ദ്രമാമനോടോ? ദേവിയുടെ മുഖത്തുനിന്ന് വായിച്ചെടുത്ത പോലെയുള്ള ലച്ചുവിൻ്റെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതും ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചവൾ. എല്ലാവരും കണക്കാ. ഇന്നലെ ഉറങ്ങിക്കിടക്കുന്ന എന്നെ അമ്മ ആ യാമിയുടെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. എനിക്ക് അവളുടെ കൂടെ കിടക്കേണ്ടതെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. നിനക്കറിയോ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഇന്നലെ അടുക്കളവാതിൽ തുറന്നിട്ടതെന്ന്? എന്നിട്ട് അതിന് പകരം തരാമെന്ന് പറഞ്ഞ് ഡയറി മിൽക്കും 500 രൂപയും ചോദിക്കാൻ ചെന്ന എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ ചേട്ടൻ. അത്രയ്ക്ക് കണ്ണും പൊട്ടും പോൽ ചീത്ത പറഞ്ഞു. ദുഷ്ടൻ. ഇനി ദേവുമോളെ എന്നൊക്കെ വിളിച്ചിങ്ങി വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അതും കഴിഞ്ഞ് കോളേജിൽ പോകാൻ നിൽക്കുമ്പോഴുണ്ട് ഒരുങ്ങി ഇറങ്ങി വരുന്ന ആ രമ്പ. കാവിൽ പോണെന്ന്, അതും കൂട്ടിന് ഒരാളുണ്ടെന്ന്. കൂട്ടിന് ആരാന്നൊക്കെ നിക്ക് നന്നായി അറിയാം. ആ മണ്ണുണ്ണിയായിരിക്കും. ഒലിപ്പിച്ചുകൊണ്ട് നടക്കുമല്ലേ. എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അവസാനം അവൾ കളഞ്ഞിട്ട് പോകുമ്പോൾ ഈ ദേവേ ഉണ്ടാവും അങ്ങേർക്ക്. അതൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് നിന്റെ പുന്നാര ചേട്ടനോട്. ലച്ചുവിൻ്റെ അടുത്ത് വന്ന് കവിളിലൊന്ന് നോവും വിധം നുള്ളി വേദനിപ്പിച്ച് ദേവ പറയുന്നതും കവിളിൽ ഒഴിഞ്ഞ് അവളെ നോക്കി ലച്ചു. നിനക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നേരിട്ടങ്ങ് പറഞ്ഞേക്ക്. ദേ മുകളിലെ മുറിയിലുണ്ട് ഏട്ടൻ. ദേവയുടെ തലക്കിട്ടൊരു കൊട്ടും കൊടുത്ത് ലച്ചു പറഞ്ഞു. തലയൊഴിഞ്ഞ് മുകളിലേക്കൊന്ന് എത്തി നോക്കി ദേവ. ലച്ചു നെറ്റിയിലേക്കൊരു കറുത്ത കുഞ്ഞു പൊട്ടുവെച്ച് കണ്ണാടിയിലേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ റെഡി, പോവാം. മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുന്നവളുടെ തോളിൽ തട്ടി ലച്ചു അവളെ സ്വയം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അപ്പുമാമയും സിത്തു ആൻറ്റി ഹോസ്പിറ്റലിൽ പോയോടി? ദേവപതി ഒരു സ്വകാര്യം പോലെ ചോദിച്ചതും ലച്ചുവോടെ നോക്കിപ്പോയി എന്ന് കാണിച്ചു. എന്നാൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ ആ മണ്ണുണ്ണിയെ കണ്ട് 4 പറഞ്ഞിട്ട് ഇപ്പോൾ വരാം. ദേവ ലച്ചുവിനെ അവളുടെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് ഋഷിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയതും ദേവയുടെ കയ്യിൽ മുറുകെ പിടിച്ച് വേണ്ടെന്ന് കാണിച്ചു ലച്ചു. ഇന്നലെ അവൻ വഴക്ക് പറഞ്ഞതാണ് ലച്ചുവിൻ്റെ മനസ്സ് മുഴുവൻ. പേടിക്കണ്ട ലച്ചുമ്മ, ഞാൻ ഇപ്പോൾ വരാം. ലച്ചുവിൻ്റെ കൈ പിടിച്ച് മുകളിലേക്ക് ഓടി കയറി ദേവ. ഓടി മുകളിലേക്ക് വന്നവളുടെ വേഗത അവൻ്റെ മുറിയിലെത്തപ്പോഴേക്കും പതിയായി. അവൻ്റെ അലർച്ച, ദേഷ്യം എല്ലാം ഒന്നുകൂടെ മനസ്സിലോർത്ത് അകത്തേക്ക് പോണോ വേണ്ടയോ എന്ന പോലെ ഒരു നിമിഷം നിന്നവൾ രണ്ടും കൽപ്പിച്ച് ഡോർ മുട്ടാൻ കൈ ഉയർത്തിയതും അവൾക്ക് മുന്നിൽ ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് മുന്നിൽ ദേവയെ കണ്ടതും ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ പതിവിലും കൂടുതൽ ഗൗരവത്തോടെ അവളെ നോക്കി ഋഷി. എന്താ? എങ്ങോട്ടോ പോവാനായി ഒരുങ്ങിയിറങ്ങിയവനെ അന്തം വിട്ട് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവളുടെ മുഖത്തേക്ക് കൈയൊന്ന് ഞൊടിച്ചുകൊണ്ട് ഋഷി ചോദിച്ചു. ഞാൻ കോളേജിൽ പോവാൻ ലച്ചുവിൻ്റെ കൂടെ. അവൻ്റെ ആ ഭാവം കാണെ ഉള്ള ധൈര്യമെല്ലാം ചോർന്നതുപോലെ നിന്ന് പരിങ്ങി ദേവ. ഇതെൻ്റെ റൂമാണ്, ഇവിടെ എന്തിനാ വന്നതെന്നാ ഞാൻ ചോദിച്ചത്. കൈകൾ പിണച്ചു കെട്ടി അവളെ തന്നെ നോക്കി ഋഷി ചോദിച്ചതും കാണാൻ. അവനെ തന്നെ നോക്കി ചോദിക്കാൻ വന്നെല്ലാം മറന്ന് അവനെ നോക്കിയൊരു ചിരിയോടെ ദേവ പറഞ്ഞു. ആരെ?
അവൾ പറയാൻ പോകുന്ന മറുപടി എന്താണെന്ന് അറിയാമെങ്കിലും ഗൗരവത്തോടെ തന്നെ ചോദിച്ചവൻ, എന്നെയോ? അവൾ കണ്ണുകൊണ്ട് അവനെ കാണിച്ചതും നെഞ്ചിൽ വിരൽ വെച്ച് അവളെ നോക്കി അവൻ ചോദിച്ചതിന് അവളൊരു ചിരിയോടെ തലയാട്ടി. എന്തിനെന്നെ കാണുന്നേ? ബുക്സിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? അവൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് തലയാട്ടി ദേവ. പിന്നെ എന്തിനെന്നെ കാണുന്നേ? അവൻ ചോദിച്ചും ചുറ്റുമൊന്ന് കണ്ണോടിച്ച് ദേവ. അവൾ നോക്കും പോലെ ചുറ്റും അവൻ്റെ മിഴികളും പാഞ്ഞു. ദേവി ഒരു കള്ളച്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി വന്ന് അവൻ്റെ ഷർട്ടിൻ്റെ കൊളർ പിടിച്ചു വലിച്ച് അവളുടെ മുഖത്തിനോട് അടുപ്പിച്ചു. അവൻ്റെ കവിള് കുഴിഞ്ഞു പോകും പോലെ ആ കവിൾ അമർത്തി മുത്തി. അവനെ തിരിഞ്ഞു പോലും നോക്കാതെ പടികൾ ഓടിയിറങ്ങിയപ്പോൾ അവളുടെ പ്രവൃത്തിയിൽ കണ്ണുകൾ മുറുകെ അടച്ചു നിന്നവൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് കവിളിൽ കൈവച്ച് ദൂരേക്ക് ഓടി മറയുന്നവളെ അത്രയും ദേഷ്യത്തിൽ നോക്കി നിന്നു. ഡീ! ആ വീട് കുലുങ്ങും പോലെ ദേഷ്യത്തോടെ ഋഷി അലറിയതും പേടിയുടെ ലച്ചു ദേവിയെ നോക്കിയതും ലച്ചുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ബാഗും തുള്ളിലേക്കിട്ട് കിട്ടിയ ജീവനും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഓടി ദേവ. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത പോത്ത്. കവളിൽ കൈവച്ച് പല്ല് കടിച്ച് ദേഷ്യം കടിച്ചമർത്തി ഋഷി നിൽക്കുമ്പോൾ എന്താണ് കാര്യമെന്ന് അറിയില്ല എങ്കിലും എന്തോ ദേവ ചേട്ടൻ്റെ മുന്നിൽ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ തിരിഞ്ഞ് വീട്ടിലേക്ക് നോക്കിയാണ് ലച്ചു ഓടുന്നത്. എന്നാൽ തിരിഞ്ഞു നോക്കാതെ ഓടുന്നവളുടെ മനസ്സിൽ കുറച്ചു മുന്നേ നടന്നോർത്ത് ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മനോഹരമായൊരു പുഞ്ചിരി.